മോഡൽ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത 4 സീക്രറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മോഡൽ എക്സാമിൽ മാത്രമല്ല, ആ മോഡൽ എക്സാമിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഫസ്റ്റ് കാര്യമാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അതായത് പല കുട്ടികളും ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു തത്രപ്പാടിൽ എന്തൊക്കെയോ അങ്ങോട്ട് കാട്ടിക്കൂട്ടും. അതായത് ഒരു ചാപ്റ്റർ പോലും മര്യാദയ്ക്ക് പഠിക്കാതെ എല്ലാ ചാപ്റ്ററും ഇങ്ങനെ ഒരു ടച്ച് ചെയ്ത് അങ്ങോട്ട് പോകും. മോഡൽ എക്സാമിന് ആക്ച്വലി ഇത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററും കുറച്ചൊക്കെ അറിയുന്നതുകൊണ്ട് മോഡൽ എക്സാമിൽ വരുമ്പോൾ ചോദ്യങ്ങളൊക്കെ ഈസി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഉത്തരം പറഞ്ഞ് മോഡൽ എക്സാമിൽ നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിലുള്ള പഠനം ഒരിക്കലും നിങ്ങളെ പബ്ലിക് എക്സാമിൽ ഹെൽപ്പ് ചെയ്യില്ല. കാരണം എന്താ സംഭവിക്കുക വെച്ചാൽ മോഡൽ എക്സാമിൽ നിങ്ങൾ തട്ടിക്കൂട്ട് പഠിച്ചു ഒന്നും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല, ഒന്നിനും ഡീപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. എന്നിട്ട് മോഡൽ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു വളരെ സർഫസ് ലെവൽ നോളജേ ഉള്ളൂ. അപ്പോൾ വീണ്ടും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാമിന് സീരിയസ് ആയിട്ട് പഠനം നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാവും. കാരണം നിങ്ങൾ വീണ്ടും ഒന്നും കൂടി എല്ലാ ചാപ്റ്ററും പഠിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും നേരെ തിരിച്ചുള്ള കാര്യം ചെയ്യണമെന്നല്ല, ആകെ 3 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോകുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ആ മണ്ടത്തരവും. രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ സിലബസിൻ്റെ ഒരു 70% എങ്കിലും പഠിച്ചു തീർക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്യണം. അതിൽ കുറവുള്ള കാര്യം മണ്ടത്തരാണ്. 70% 100% ആക്കാൻ വേണ്ടി ഓവർ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡൈല്യൂട്ട് ചെയ്യരുത്. അപ്പോൾ ആ 70% സിലബസ് നിങ്ങൾക്ക് വൃത്തിക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത് മതി എന്ന് വിചാരിക്കാം. അത് പറ്റുമെങ്കിൽ ഒരു 80% ആക്കാൻ വേണ്ടി നോക്കുക, പറ്റുമെങ്കിൽ 90% ആക്കാൻ വേണ്ടി നോക്കുക. പക്ഷെ അത് പറ്റുമെങ്കിൽ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താലുള്ള ഗുണം ആ 70% വട്ട് എവർ യു സ്റ്റഡി ആ ചാപ്റ്റേഴ്സ് വീണ്ടും പബ്ലിക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. റിവൈസ് ചെയ്താലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ മതി. ബാക്കിയുള്ള 20% അല്ലെങ്കിൽ 30% നിങ്ങൾ പഠിച്ചെടുത്താൽ മതിയോ. ഇങ്ങനെ ചെയ്താൽ മോഡൽ എക്സാമിന് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജികളാണ് സ്ലൈറ്റ്ലി മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പബ്ലിക് എക്സാമിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മാർക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് സാർ പഠിച്ചെടുക്കുക? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ എക്സാമിൻ്റെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളി ക്ലാസ്സസ് ഉണ്ട്. ഏറ്റവും ബേസിക്സ് മുതൽ ഏറ്റവും അഡ്വാൻസ് ലെവൽ വരെ കംപ്ലീറ്റ് ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അവിടെ ഷോർട്ടായിട്ട് ഓരോ ചാപ്റ്റർ വേണ്ടി തരും. അപ്പോൾ ഓൾറെഡി നമ്മൾ റെഗുലർ ബാച്ചിന് കൊടുക്കുന്ന വലിയ ലെങ്ത് ക്ലാസ് അല്ല, എക്സാമിന് വേണ്ടി ഷോർട്ടായിട്ട് രീതിയിൽ എന്നാൽ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവിടെ ക്ലാസ്സുകൾ റെഡിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല എക്സ്ട്രാ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ധാരാളം നമ്മൾ അവിടെ തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുക. ഇപ്പോഴാണ് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യമാണ് പല കുട്ടികളും ചെയ്യുന്ന വലിയ ബ്ലണ്ടർ. അതായത് ഈ 70% പഠിക്കുന്ന തന്നെ ചില കുട്ടികൾ എന്ത് ചെയ്യും, അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കും. പരീക്ഷയുടെ തലേന്നും ചാപ്റ്റർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. പുതിയ ചാപ്റ്റർ, ഈ ചാപ്റ്റർ പഠിച്ചില്ല അപ്പോൾ ആ ചാപ്റ്റർ പഠിക്കാം, ഈ ചാപ്റ്റർ പഠിച്ചില്ല ആ ചാപ്റ്റർ പഠിക്കാം. വെറും മണ്ടത്തരം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ബ്രെയിൻ എന്താ റോബോട്ട് പോലെയൊന്നുമല്ല. എന്ത് പഠിച്ചോ അതും ഇങ്ങനെ പരീക്ഷ വരെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ പഠിച്ച കാര്യം നമ്മൾ മറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യം 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ മറക്കും. 3 ദിവസം പഠിച്ച കാര്യം പരീക്ഷ ആകുമ്പോഴത്തേക്ക് എന്തായാലും മറക്കും. അപ്പോൾ അത് ബ്രെയിനിലേക്ക് വീണ്ടും തലയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കണം. അതിനെയാണ് വിളിക്കുക റിവിഷൻ. ആ റിവിഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ലെവൽ ബ്ലണ്ടറാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നിങ്ങൾ 70% പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ 70% പഠിച്ച കാര്യത്തിൽ ഒരു 20% പോലും പരീക്ഷയിൽ ഓർമ്മയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പഠിച്ചത്? വെറും വേസ്റ്റ് അല്ലേ. അപ്പോൾ റിവിഷൻ എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോരുത്. അപ്പം മാക്സിമം സിമ്പിൾ ആയിട്ടുള്ള റൂൾ എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡ്സിനും സാറ്റർഡേ സൺഡേ നിങ്ങൾ ആ വീക്കിൽ പഠിച്ച കാര്യങ്ങൾ മിനിമം എന്ത് ചെയ്യുക, ആ വീക്കിൽ തന്നെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് 3 ആഴ്ച മുമ്പ് പഠിച്ച കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആഴ്ച ഈ വീക്കെൻഡ്സ് വരുമ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്തില്ല നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ പഠിക്കുന്ന വേസ്റ്റാണ്. മൂന്നാമത്തെ കാര്യമാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഇവിടെയും പല കുട്ടികളും ബ്ലണ്ടർ ഉണ്ടാക്കും. അതായത് പഠിക്കുന്നൊന്നായിട്ട് ചോദ്യങ്ങളൊന്നും ചെയ്യില്ല. പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, അത് ചെയ്യില്ല. അല്ലാതെ നിങ്ങൾ എക്സാമിൻ്റെ ബാച്ചിലുള്ള കുട്ടികളാണെങ്കിലോ അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഗൈഡിൽ ചോദ്യങ്ങളൊക്കെ ചെയ്യാലോ. ഒന്നും ചെയ്യില്ല. ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് എന്ത് നോക്കും, പക്ഷേ തിയറി ഭയങ്കര പഠിച്ചിട്ടുണ്ടാവും. ഇതും ബ്ലണ്ടറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷയിൽ ചോദ്യങ്ങളാണ് വരിക. ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത വെച്ചാൽ അതിനൊരു ഫിക്സ്ഡ് പാറ്റേൺ ഉണ്ട്. ഒബ്വിയസ്ലി ഈ പാറ്റേൺ ചേഞ്ചും ഡിഫിക്കൽട്ടി ആക്കുന്നൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ മൊത്തം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മാക്സിമം പോയ 20% അങ്ങനെ അവർ മാറ്റി കളിക്കുള്ളൂ. ബാക്കി 80% ചോദ്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സെറ്റ് ചോദ്യങ്ങളുണ്ട്. അത് ഏതാണ്ട് അതുപോലെ തന്നെയൊക്കെ ചോദിക്കുള്ളൂ. അപ്പം നിങ്ങൾ അത് നേരത്തെ കണ്ട് അതിൻ്റെ ഉത്തരം വന്നാൽ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതേണ്ടതെന്നൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് പരീക്ഷ ഹാളിൽ ഇരുന്നുമ്പോൾ അത് കത്തില്ല. മാത്രമല്ല പരീക്ഷ ഹാളിൽ നിങ്ങൾ പഠിച്ച പോലെ ഒന്നല്ല. നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിച്ചു. പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താ, ഫസ്റ്റ് ചോദ്യം തന്നെ ഏതോ ഒരു ചാപ്റ്ററിന്, രണ്ടാമത്തെ ചോദ്യം വേറെ എന്തോ സാധനം, അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, പറ്റുമെങ്കിൽ മോക്ക് എക്സാംസ് ചെയ്യുക. ഇത് വേറെ ലെവൽ ഗുണമായിരിക്കും നിങ്ങൾക്ക് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ചെയ്യാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് കാര്യമാണ് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ
ഡെയിലി 1 മണിക്കൂർ പഠിച്ചാൽ പോരാന്ന് നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്, നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. മിനിമം ഇനി അങ്ങോട്ട് 3 hours എങ്കിലും ഡെയിലി ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലീവുള്ള ദിവസങ്ങളിൽ ഒരു 8 മണിക്കൂറെങ്കിലും ടാർഗറ്റ് ചെയ്ത് പഠിച്ചാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ദിവസവും 3 ചാപ്റ്ററൊക്കെ വെച്ച് പഠിച്ചാൽ, ഓൺ ആവറേജ് പഠിച്ചാലേ നിങ്ങളുടെ സിലബസ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു സീരിയസ്നെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുഞ്ഞു ടൈമൊന്നും വെച്ചിട്ട് ഇനി അങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം. സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളൊക്കെ കുറയ്ക്കണം, അനാവശ്യമായുള്ള ഡിസ്ട്രാക്ഷൻ കുറയ്ക്കണം. ആ രീതിയിൽ സീരിയസ് ആയേ പറ്റുള്ളൂ. രണ്ടാമത്തെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഇടയിൽ എന്തായാലും നിങ്ങൾക്ക് സ്ട്രെസ് വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിൽ ചിലപ്പോൾ മാർക്ക് കുറയുമ്പോഴായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി. കുറച്ച് സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം ആ ഒരു കുറച്ച് സ്ട്രെസ്സും പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ഒരു സ്ട്രെസ്സും ഇല്ലാത്ത കുറേ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഠിക്കാൻ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ തോന്നുന്നില്ല. എന്തിനാണ് പഠിക്കുന്നത്? അത് വേറെ ലെവൽ ബ്ലണ്ടറിലേക്ക് ആയിരിക്കും പോകുക. അറിയാലോ, +1 +2 ഓരോ വർഷം 22% കുട്ടികളാണ് ഫെയിലാവുക. A+ കിട്ടാതല്ല, ഫെയിലാവുക. അവർക്കൊന്നും ആക്ച്വലി സ്ട്രെസ് ഇല്ലായിരുന്നു എന്നാണ് സത്യം. അപ്പോൾ കുറച്ച് സ്ട്രെസ് ഉള്ളത് നല്ലതാണെന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിങ്ങൾ പോയാൽ, സയൻറ്റിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ആ കുറച്ച് സ്ട്രെസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. പക്ഷേ ഓവർ നിങ്ങൾക്ക് ഭയങ്കര ലെവലിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് തേടുക, അത് ഫിക്സ് ചെയ്തെടുക്കുക. അതും ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി, ഈ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മെൻ്റൽ വെൽബീയിങ് കൂടെ നല്ല രീതിയിൽ പോകുന്ന രീതിയിൽ വേണം പോകാൻ. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയുള്ള 2 മാസം കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഈ 4 പറഞ്ഞ സിമ്പിൾ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മോഡൽ എക്സാം ഭംഗിയായിട്ട് പോകും. പബ്ലിക് എക്സാം ആണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, മോഡൽ എക്സാം മാത്രമല്ല. കാരണം അത് വെറും ഒരു മോഡലാണ്, അത്രേ ഉള്ളൂ. പബ്ലിക് എക്സാം അതിലും ഗംഭീരമായിട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ 2, 3, 4, 5 വർഷങ്ങളും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഒരു കുട്ടി പോലും 90% താഴെ മാർക്ക് വാങ്ങിച്ചിട്ടില്ല. അതായിരിക്കണം നിങ്ങളുടെ കോൺഫിഡൻസ്. ഇതുപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.